ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം. നിങ്ങളുടെ സ്വന്തം ചാനൽ, നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ, നീറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കാണ്. വ്യത്യസ്തമല്ല, എല്ലാവർക്കും ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് കുറച്ച് കമൻറ്റ് വന്നിരുന്നു, അതായത് പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നാത്തത്, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ തോന്നും എന്നതിനെ കുറിച്ചാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബറാണ്, നമ്മൾ നീറ്റ് ആസ്പിരൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്നാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആകുമെന്ന്, നിങ്ങൾ ഓരോരുത്തരും നല്ലൊരു ഡോക്ടർ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സമയം ഇതിനു വേണ്ടി നൽകുന്നത്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം നൽകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേരുടെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരാളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇത് നിങ്ങളുടെ സ്വപ്നമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളാം, അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊരു നല്ല ഡോക്ടർ ആവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പണിക്ക് നിൽക്കരുത്. കാരണം നീറ്റ് ക്രാക്ക് ചെയ്യലും നല്ല റാങ്ക് വാങ്ങിക്കലും അല്ല ഒരു കാര്യം. നിങ്ങൾ നല്ലൊരു ഡോക്ടർ ആവുക എന്നുള്ളതാണ് ഏറ്റവും നിങ്ങളുടെ ലക്ഷ്യം വേണ്ടത്. അതിന് നിങ്ങൾ ആദ്യം നീറ്റ് ക്രാക്ക് ചെയ്യണം. നീറ്റ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കണം, ഈ സിലബസ് കംപ്ലീറ്റ് ആക്കണം, മോക്ക് ടെസ്റ്റുകൾ കൊടുക്കണം, പഠിക്കണം. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസത്തേക്കുള്ള ഡെയിലി പ്ലാൻ ശരിയാക്കണം, ഷെഡ്യൂൾ ശരിയാക്കണം. ഇന്നലെ തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ തന്നെ നമ്മൾ ശരിയാക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശരിയാക്കണം. ഞാൻ ഒരു സമയവും വേസ്റ്റ് ആക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്പാണ്. അതായത് പ്രതീക്ഷ. ഒരിക്കലും പ്രതീക്ഷ വിടരുത്. നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളതൊരു സുവർണാവസരമാണ്, വേറൊരു നീറ്റിൻ്റെ ആൾക്കാർക്കും കിട്ടാത്തൊരു സുവർണാവസരം. അതായത് നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഇനി സിലബസ് കംപ്ലീറ്റ് ആകാനായിട്ടൊരു ടൈമുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പ്രതീക്ഷയാണ്. ഹോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കും. നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കും. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയർ പ്രഷറാണ്. ഞാൻ ഈ വീഡിയോ നീട്ടുന്നില്ല, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പിയർ പ്രഷറാണ്. എന്താണ് പിയർ പ്രഷർ? അതായത് നിങ്ങളുടെ ഗ്രൂപ്പ്, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. മഹാന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളുള്ള ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ, നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അച്ചീവ് ചെയ്തവരുടെ ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോടുള്ള ഒരു സ്പിരിറ്റ് കൂടും, ഒരു വാശി കൂടും, നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ചൂസ് ചെയ്യണം. അതായത് പഠിക്കാതെ നടക്കുന്ന ഫ്രണ്ട്സ് നമുക്കിപ്പോൾ വേണ്ട, തൽക്കാലത്തിന് വേണ്ട. നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾ അവരായിട്ട് എത്ര വേണമെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആയിക്കോ. ഇപ്പോൾ തൽക്കാലത്തിന് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ നിങ്ങൾ മൊത്തമായിട്ടില്ലാതെ അല്ല ഞാൻ പറയുന്നത്, അവരായിട്ടുള്ള കമ്പനി നിങ്ങൾ കുറക്കുക. കാരണം നിങ്ങൾക്ക് വളരെ കുറവ് സമയമേ ഉള്ളൂ. നിങ്ങൾ നല്ല കമ്പനി ഉണ്ടാക്കുക. നമ്മളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്, നീറ്റ് മലയാളം എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ ടെലഗ്രാം ചാനലാണ് നീറ്റ് മലയാളം. ഇതാണ് നമ്മളുടെ ടെലഗ്രാം ചാനൽ. ആ ടെലഗ്രാം ചാനൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗ്രൂപ്പ് ചാറ്റിന് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തോരം പഠിച്ചു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് നൽകാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട്സായിട്ട്, നമ്മളെല്ലാവരും ഡോക്ടർ ആവാനുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല ഡോക്ടറായിട്ട് നമുക്ക് പിയർ പ്രഷർ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക. പിന്നെ കൂട്ടുകാരായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു സമ്പർക്കം ഉണ്ടാകും. ഞാൻ ഇത്ര പഠിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്, കൂട്ടുകാരോടൊക്കെ വിളിച്ച് ഡൗട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ചോദിക്കാം, ഇവിടെ ചോദിക്കാം, കമൻറ്റിൽ ചോദിക്കാം. നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾ വെറുതെ ഇപ്പോൾ ബെഡും ഇരിക്കുകയാണ്, നിങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് സമയം കളയാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ യൂട്യൂബിൽ കയറി കഴിഞ്ഞിട്ട് ചവറ് കാണുകയാണ് എന്നുണ്ടെങ്കിലും നടക്കില്ല മക്കളെ. നിങ്ങളുടെ സ്വപ്നം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഷെഡ്യൂൾ. നിങ്ങൾക്കൊരു ഷെഡ്യൂൾ വേണം. ആ ഷെഡ്യൂൾ ഇല്ലാതെ നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം വളരെ കുറവുള്ളൂ. നിങ്ങൾക്ക് പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല ഇനി. കാരണം നിങ്ങൾക്ക് ഷെഡ്യൂളിൻ്റെ സ്പെല്ലിങ് തെറ്റി, ഇത് ആത്മാർത്ഥത കൂടി പോയുള്ള പ്രശ്നമാണ്. ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ വേണം. ഷെഡ്യൂൾ ഇല്ലാതെ നടക്കില്ല. കാരണം നിങ്ങൾ ഓരോ കാര്യവും പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസം എത്ര പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. പിന്നെ നിങ്ങളിപ്പോൾ സ്ട്രാറ്റജി വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം ടോപ്പർമാരുണ്ടാവും അത്രത്തോളം സ്ട്രാറ്റജികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി വേണം. അത് നിങ്ങൾ ഒരു ബാലികേറാമലയായിട്ട് വളരെ വലിയൊരു സ്ട്രാറ്റജി അല്ല, ഗോളല്ല ഡെയിലി വെക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റുന്ന ഗോൾ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നീറ്റിന് 60 ദിവസം ഉണ്ടെന്ന് വയ്ക്കാം. നിങ്ങൾക്ക് നീറ്റിന് 60 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു 2 ചാപ്റ്റർ വെച്ച് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 45 ദിവസം, ഒരു 48 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ സിലബസ് കഴിഞ്ഞു.
2 ചാപ്റ്റർ വെച്ച് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ 48 ദിവസത്തിൽ ഫുൾ സിലബസ് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ 2 ചാപ്റ്റർ വെച്ച് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത്ര അടിപൊളിയായിട്ടായിരിക്കണം നിങ്ങൾ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഓരോ വീക്കെൻഡിലും നിങ്ങൾ ആഴ്ച കംപ്ലീറ്റ് ആക്കിയ ചാപ്റ്ററുകളുടെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, നമുക്ക് വഴി ഉണ്ടാക്കാം. നിങ്ങൾ ഏപ്രിൽ 14 ക്വാറന്റൈൻ തീരുന്നത് വരെ കാത്തു നിൽക്കല്ലേ. നിങ്ങൾക്ക് 14 ദിവസം, അതായത് ഈ ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെറുതെ കളയല്ലേ. ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങളത് വിട്ട് കളയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കാണ് പോകുക. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തെറ്റിയ മൈനസ് മാർക്കും പിന്നെ നിങ്ങൾക്കത് അറിയാമായിരുന്നു, നിങ്ങൾ ഇപ്പോൾ പഠിച്ചത് നിങ്ങൾക്ക് കിട്ടിയേനെ എന്നുള്ള 4 മാർക്കും. അങ്ങനെ നിങ്ങൾക്ക് -5 വരിക. 5 മാർക്ക് പോകണോ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങളിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതിനൊരു അർത്ഥമില്ലാണ്ടാവും മക്കളെ. നിങ്ങളിങ്ങനെ ഉഴപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കിയിട്ട് 2-3 മണിക്കൂർ കളയല്ലേ, അതല്ല വേണ്ടത്. നിങ്ങളിപ്പോൾ ഇന്ന് നമ്മൾ വിചാരിക്കുകയാണ് നമ്മളിന്ന് ബയോളജി പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബയോളജി പറ്റുന്ന അത്ര പഠിക്കാം. നിങ്ങളിപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി ഒരു പാഠം പഠിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ മോക്ക് ടെസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടും കുറേ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കളയല്ലേ. ബയോളജി ഒരു പാഠം കൂടെ പഠിക്കുക, ഒരു പാഠം കൂടെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ അത്ര സ്പീഡ് അത്ര അടുത്തു നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും നീറ്റ് ക്രാക്ക് ചെയ്യുന്ന പുലിക്കുട്ടികളാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. സ്റ്റഡി ഹാർഡ്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ബെല്ലൈക്കൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ അപ്ഡേറ്റ്സും അതിന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നീറ്റ് സിലബസ് മാറ്റി എന്ന് പറഞ്ഞായിട്ട് കുറേ പേര് നടക്കുന്നുണ്ട്. അതെല്ലാം ഏപ്രിൽ ഫുള്ളാണ്. നിങ്ങൾ ആരും വെച്ച് അതിലൊന്നും പെടരുത്. നിങ്ങൾക്ക് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഇത് നിങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. അത് ഫേക്ക് ന്യൂസ് ആണെന്ന് കൺഫേം ആയിട്ടുണ്ട്. നീറ്റിൻ്റെ സിലബസ് മാറ്റിയിട്ടില്ല, NTA പറഞ്ഞത്. ഇനി ആ സിലബസിനെ കുറിച്ച് ഏതൊക്കെ പാഠങ്ങളാണ് NCERT ഉള്ളത് ഇല്ലാത്തതെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതുവരേക്കും ബൈ, സ്റ്റഡി ഹാർഡ്.